Hello dear students. ഇന്ന് നമ്മൾ 2024 JEE മെയിനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതുപോലെ കുറച്ച് നമ്പർ തിയറി, അതുപോലെ AMGM അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ വളരെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐഡിയാസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനോ അത് വെച്ച് ആ ഭാഗം സോൾവ് ചെയ്യാൻ പറ്റിയാലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇതൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് മനസ്സിലാക്കാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നോക്കുന്നത്. നമുക്ക് ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ആൽഫ ബീറ്റ ബിലോങ്സ് ടു എൻ എന്ന് വെച്ചാൽ ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അത് രണ്ടും നാച്ചുറൽ നമ്പേഴ്സാണ്. ബി ദ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതിൻ്റെ രണ്ട് റൂട്ടാണ് ആൽഫയും ബീറ്റയും എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് പറയാം? ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ബൈ എ വിച്ച് ഇസ് 70 ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ തന്നെ. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് റൂട്ട്സ് ആൽഫയും ബീറ്റ ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ഓഫ് ബി ബൈ എ ആൻഡ് ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ. വേർ ലാംഡ ബൈ 2 ലാംഡ ബൈ 3 ആർ നോട്ട് നാച്ചുറൽ നമ്പേഴ്സ്, ഡസൻ ബിലോങ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ lambda by 2 not a natural number means lambda is not divisible by 2 and also lambda is not divisible by 3. lambda 2ൻ്റെ മൾട്ടിപ്പിളും അല്ല 3ൻ്റെ മൾട്ടിപ്പിളും അല്ല. 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ lambda by 2 നാച്ചുറൽ നമ്പർ ആവും. അപ്പോൾ ഈ ലാംഡ ആയിട്ട് നമ്മൾ എടുക്കുന്ന നമ്പർ നെയ്തർ ഡിവിസിബിൾ ബൈ 2 നോർ ഡിവിസിബിൾ ബൈ 3. ബാക്കി നോക്കാം. ലാംഡ അസ്യൂംസ് ദ മിനിമം പോസിബിൾ വാല്യൂ. അപ്പോൾ നമുക്കറിയാം രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് ഇവിടെ ഫിക്സ്ഡ് ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 70 ആണ്. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ മാക്സിമൈസ്ഡ് ആവുന്നത് വെൻ ആൽഫ ഈക്വൽ ടു ബീറ്റയിലാണ്. അത് സമ്മ് ഫിക്സ്ഡ് ആണ്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മാക്സിമം പ്രൊഡക്റ്റ് വരിക വെൻ ദീസ് ടു നമ്പേഴ്സ് ആർ ഈക്വൽ. പക്ഷേ ഇവിടെ മാക്സിമം എന്നല്ല പറയുന്നത്, ഇവിടെ മിനിമം എന്നാണ്. അപ്പോൾ ഒരു എക്സ്ട്രീം ആകുമ്പോഴാണ് അത് സംഭവിക്കുക. അപ്പോൾ ഈ 70 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ആൽഫ ഇസ് ഈക്വൽ ടു 69, ബീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതാണ് അതിൻ്റെ മോസ്റ്റ് പോസിബിൾ മിനിമം. ഏറ്റവും ചെറിയ വാല്യൂ ഇതിലാണ് വരിക. 35 ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു രണ്ടും 35 ഈച്ച് ആവുന്ന സമയത്താണ് പ്രൊഡക്റ്റ് മാക്സിമം ആവുക. അപ്പോൾ മിനിമം ആവണമെങ്കിൽ എക്സ്ട്രീം എടുത്താൽ മതി, 69 and 1. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ലാംഡ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ 69 തന്നെ വരും. ബട്ട് ദാറ്റ് 69 ഈസ് ഡിവിസിബിൾ ബൈ 3. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ദിസ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഈ ആൻസർ നമുക്ക് പറ്റില്ല. So next possible is alpha is equal to 68 and beta is equal to 2. That implies lambda is equal to എത്രയാണെങ്കിൽ that will be always divisible by 2. കാരണം ഇവിടെ 2 ഉണ്ട്, ഇവിടെ 68 ഉണ്ട്, രണ്ടും divisible by 2 ആണ്. മറ്റൊരു പോസിബിലിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു 67 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 3. ഇത് ഇയാൾ 3 ആയതുകൊണ്ട് തന്നെ ഇവിടെ ലാംഡ ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ ഇതും ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് ട്രയൽ ആൻഡ് എറർ വഴി ഇങ്ങനെ ക്യാൻസലാക്കി പോവാണ്. അതിൻ്റെ അടുത്ത വാല്യൂ വരാം ആൽഫ ഇസ് ഈക്വൽ ടു 66 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 4. പക്ഷേ ഇത് രണ്ടും ഈവൺ ആയതുകൊണ്ട് ഇവിടെ ലാംഡ ഈസ് ആൽഫ ഇൻറ്റു ബീറ്റയാണ് ലാംഡ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ കോൺസെപ്റ്റുകൾ അവിടെ വരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമ്മളെ പാനിക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ വളരെ വലിയൊരു എക്സ്പ്രഷനാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ മൈനസ് 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ബീറ്റ മൈനസ് 1 ഇൻറ്റു ലാംഡ പ്ലസ് 35 ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ഇതെല്ലാം കൂടി കാണുമ്പോഴേക്കും ഇതൊന്നും നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാം, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല എന്ന് വിചാരിച്ച് കുട്ടികൾ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ട്രയൽ ആൻഡ് എറർ വഴി, അതായത് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും നോക്കണ്ട, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രം ഒരു 5ഓളം വാല്യൂസ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. അതുകൊണ്ട് അത് മിസ്സായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആൽഫ ഇൻറ്റു ബീറ്റ വിൽ ബി ഡെഫിനറ്റ്ലി ഡിവിസിബിൾ ബൈ 2. അപ്പോൾ അതും കാരണം ഇതൊക്കെ 4 ഇത് 66 ഒക്കെ ആണല്ലോ. നെക്സ്റ്റ് ആൽഫ ഇസ് ഈക്വൽ ടു 65, പോസിബിൾ മിനിമം എടുക്കുകയാണ്, ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 5. ഇവിടെ ലാംഡ ഇസ് നെയ്തർ ഡിവിസിബിൾ ബൈ 2 നോർ ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രിഗർ ആവുന്നത്. സോ ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് 65 ആൻഡ് ബീറ്റ ഈസ് 5. തീർന്നു. ഇനി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? മോഡുലസ് ഓഫ് ആൽഫ മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് ബീറ്റ മൈനസ് 1 ഇൻറ്റു ലാംഡ പ്ലസ് 35 ഓൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ഈ വാല്യൂസ് എല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ആൽഫ is 65, so alpha minus 1 is 64 and square root of 64 is 8 plus beta is 5, so beta minus 1 is 4 and square root of 4 is 2. All into lambda is 65 into 5 plus 35 all divided by modulus of alpha minus beta. 65 minus 5 is 60. അപ്പോൾ ഇത് 10 ആണ്. 10ഉം 60ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ഇവിടെ 6 ആവും. ഇവിടെ നിന്നൊരു 5 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 65 പ്ലസ് 7, 35 5 എടുക്കുമ്പോൾ
7 എന്ന് വരും, ഓൾ ഡിവൈഡഡ് ബൈ 6. ഇതിവിടെ ആഡ് ചെയ്താൽ ഇയാൾ 65 + 7 72, 72 6 ക്യാൻസൽ ചെയ്താൽ 12 എന്ന് വരും. നൗ 5 × 12 = 60 ഈസ് ദി ആൻസർ. ഇങ്ങനെ നിസ്സാരമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ പറയാം. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ 2 റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും. ആൽഫയും ബീറ്റയും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നില്ല. പകരം സം ഓഫ് റൂട്ട്സ് 70, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ലാംഡ എന്നെടുക്കുന്നു. ദാറ്റ് ലാംഡ ഈസ് ഗിവൺ ടു ബി നെയ്തർ ഡിവിസിബിൾ ബൈ 2 നോർ ഡിവിസിബിൾ ബൈ 3. അത് ഇൻഡയറക്ട്ലി ആണ് പറയുന്നത്. ലാംഡ ബൈ 2, ലാംഡ ബൈ 3 ഡസൻ ബിലോങ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഇതാണ്. എന്നിട്ട് ഈ ലാംഡ മിനിമം ആവുക, ലാംഡ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ആണ്. അവർ സമ്മ് ഫിക്സ്ഡ് ആയിട്ടുള്ള 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്നത് അവർ ഈക്വൽ ആകുമ്പോഴാണ്, മിനിമം ആവുന്നത് അവർ എക്സ്ട്രീം ആകുമ്പോഴാണ്. അതുകൊണ്ട് മോസ്റ്റ് പോസിബിൾ എക്സ്ട്രീം എന്ന് പറയുന്നത് 69 1 ആണ്. ബിക്കോസ് ആൽഫ ആൻഡ് ബീറ്റ ആർ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 0 വരുന്നോ നെഗറ്റീവ് വരുന്നോ നമുക്ക് കൺസിഡർ ചെയ്യാനാവില്ല, നാച്ചുറൽ നമ്പേഴ്സേ ഉള്ളൂ. പക്ഷേ ഈ ഇവിടെ ലാംഡ 69 ഡിവിസിബിൾ ബൈ 3 ആയതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത പോസിബിൾ മിനിമം 68 and 2. അപ്പോൾ പക്ഷേ അതൊക്കെ കണ്ടീഷൻ വെച്ച് ക്യാൻസൽ ആയി പോകുന്നു. ആദ്യം നമുക്ക് എല്ലാ കണ്ടീഷനും ഒത്തു വരുന്നത് 65 5 സോ യു ആർ ഗെറ്റിംഗ് ദ വാല്യൂസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. പിന്നെ എന്ത് ചോദിച്ചാലും സോൾവ് ചെയ്യാമല്ലോ. ഇപ്പോൾ ചോദിച്ചത് ഇതുപോലെ ഒരു വലിയൊരു എക്സ്പ്രഷൻ ആണ്, ആൻഡ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദിസ് വാല്യൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഇത് ഏകദേശം നമ്പർ തിയറിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു ചോദ്യമാണ്, ആൻഡ് റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ളതും കൂടി ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.